നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ഈ സൈഡിലുള്ള കംപ്ലീറ്റ് കളയൊന്ന് പറിച്ച് കളയാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ടിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം തീർത്തായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വന്നിരിക്കും. ഇന്നിപ്പം മുഴുവനും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ ചെയ്ത് കേട്ടോ. ഒത്തിരി നേരം കുനിഞ്ഞ് നിന്ന് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു തലകറക്കം പോലെയൊക്കെ ഇങ്ങനെ തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിയുടെ അസുഖമൊക്കെ നന്നായിട്ട് ഭേദമായിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ള ഞാൻ അവളുടെ പുല്ല് ഞാൻ അവിടെ നിന്ന് പറിച്ചു. അപ്പം ഞാനതൊന്ന് വായിലോട്ട് വെച്ച് കൊടുത്തോണ്ട് അതെടുത്ത് അങ്ങ് കഴിച്ചു കേട്ടോ. അത് എപ്പോൾ കിട്ടിയാലും അത് കഴിച്ചോളും. അപ്പം ഞാൻ മേളിൽ ആ സൈഡിലും അവിടെയും ഇവളുടേത് തന്നെ വെച്ചിട്ടുണ്ട്. അവളുടെ മരുന്നാണല്ലോ, അപ്പോൾ അത് മൊത്തം എടുത്ത് കളയാനും പറ്റില്ല. നമ്മൾ കൂടുതലും ഇവിടെ കള പറിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാരണം ഇതിനകത്ത് കൂടുതലും അവളുടെ ആ ഒരു മരുന്ന് തന്നെയാണ് അവിടെ മുഴുവൻ പടർന്ന് കിടക്കുന്നത്. പക്ഷേ ഇപ്പം അവിടെ നിൽക്കുന്ന തെറ്റിയയിലും പിന്നെ റോസിലും ഒക്കെ ഇത് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറേ അങ്ങ് ഇനി കളഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കും അത് ഫുള്ള് നാശമാകും. കാരണം അവിടുന്ന് താഴേക്കും കൂടി അത് ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിർത്തുമ്പം ബാക്കിയുള്ള പുല്ലും അതുമൊക്കെ അങ്ങ് വലുതാകും. അങ്ങനെ അതിങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പം അവിടെ കുറേ ഒരു ഭാഗം നന്നായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വേരൊന്നും വന്നൊന്നുമില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ വലിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പോട്ടിൽ അതിലും കുറേ പുല്ലൊക്കെ കിളിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പോട്ടിലേയും കൂടെ ഞാൻ എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ മേളിലും ആ ഒരു നിൽക്കുന്ന ഭാഗത്തിൻ്റെ മേൾഭാഗത്തുള്ള പോട്ടിലുള്ളതും കൂടെ അന്ന് എടുത്ത് കളയും. അപ്പോൾ അങ്ങനെ കളഞ്ഞ് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് വീണ്ടും പുതിയത് വന്നോളും. എന്നാലും പിന്നെ ഞാൻ ഇവിടെ ഒരു പോട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു മരുന്ന് ചെടി നിൽപ്പുണ്ട്. ചെറുള എന്ന് പറയുന്ന ഒരു മരുന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത് വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേ കിടന്നിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന പുകയിന് വില്ലയും കൂടെ പോകും. അപ്പോൾ അതിന് നല്ല മഴ വന്നു കഴിയുമ്പോൾ പയ്യെ അതിനെ വലിച്ച് എടുക്കണം. എന്നിട്ട് അതിനെ വേറൊരു പോട്ടിലോട്ട് വല്ലതും നട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലത്തെ പരിപാടികൾ അതായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറേ പേര് എല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ആ ഒരു ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത സൈഡും കൂടെ ഇനി അടുത്ത ദിവസം വൃത്തിയാക്കണം. കാരണം ഇവിടുത്തെ എല്ലാം ഏകദേശം ആയ സ്ഥിതിക്ക് ഇനിയൊന്ന് ഈ ഗ്രാസ് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടുമല്ലോ, അത് മേടിച്ച് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അഗ്ലോണിമയുടെ റെഡും പിങ്കും അത് രണ്ടും ഒന്ന് മാറ്റി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അതിപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വേരൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട്, കാരണം വാങ്ങിച്ച നാൾ തൊട്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അധികം കൊക്കോപിറ്റ് അങ്ങനെ ഒന്നുമില്ല, വലിയ കുറച്ച് മണ്ണ് കട്ടിയായിട്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ഇന്ന് പിന്നെ 2ഉം കൂടെ എടുത്ത് കേട്ടോ. റെഡും പിങ്കുമാണ്. അപ്പോൾ അതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് കൊക്കോപിറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയ വിത്ത് നടാനായിട്ട് എടുത്ത അതേപോലെ തന്നെ അതേ ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൊക്കോപിറ്റും പിന്നെ പെർലൈറ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ പെർലൈറ്റ് ഇല്ലായിരുന്നു. അപ്പം വിനോട്ടം കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് തന്നു. അപ്പോൾ പെർലൈറ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെടി നട്ടു കൊടുത്തത് കേട്ടോ. കൊക്കോപിറ്റ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. മണ്ണ് തീരെ കുറവാണ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് തീരെ കുറച്ച് വെള്ളം മതിയല്ലോ. അപ്പം ഇതൊന്നാവട്ടെ, നന്നായിട്ടൊന്ന് ആയതിന് ശേഷം പിന്നെ അത് വേറെ മണ്ണൊക്കെ ചേർത്ത് നന്നായിട്ട് നടാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ ഇതിനകത്തിപ്പോൾ കൊക്കോപിറ്റും പെർലൈറ്റും പിന്നെ വെർമി കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഇട്ട് ഇതിന് അടിയിൽ ഞാൻ തെർമക്കോളാണ് ചേർത്തത്. കാരണം ഇതിൻ്റെ അടിയിൽ ഒന്നും വെച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് 2 പോട്ടിലും ഞാൻ ഇത് ചേർത്തു. ആദ്യം തെർമക്കോളാണ് പൊട്ടിച്ച് താഴെ ഇട്ടത്. അത്യാവശ്യം വലിയ ചട്ടിയാണ്, പക്ഷെ കുഞ്ഞ് ചെടിയാണ്. അപ്പോൾ അത് കാരണം അടിയിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ഈ മിക്സ്ചർ ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ചെടി നട്ട് വെച്ചിരിക്കുന്നത്.
ജോലിയെല്ലാം കഴിഞ്ഞ് തൂത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള മിറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.